അസ്സലാമലൈക്കും. സോറാസ് കിച്ചണിലേക്ക് സ്വാഗതം. നമുക്കിന്ന് മുട്ടപ്പത്തിരി ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ അതിന് ഞാൻ ഒരു ഗ്ലാസ് പച്ചരി, അര ഗ്ലാസ് പൊങ്ങലരി എടുത്തിട്ടുണ്ട്. റേഷൻ്റെ അരി കേട്ടോ, വേവ് കുറഞ്ഞരില്ല അതാ. പിന്നെ 2 പപ്പടം. ഇത് വെച്ചിട്ടാണ് മുട്ടപ്പത്തിരി ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കിത് മിക്സിയിലിട്ടിട്ടൊന്ന് അരക്കട്ടോ. രാത്രി വെള്ളത്തിലിട്ടതാട്ടോ, എന്നിട്ട് കാലത്ത് എണീച്ചിട്ടാണ് ഇപ്പോൾ ഇത് ആറ്റുന്നത്. നമുക്കിത് മാറ്റിയെടുക്കാം. അതിലേക്ക് പപ്പടം കുതിർത്തി വെച്ച് ഇന്നലെ രാത്രി തന്നെ, ദിവസം രാത്രി തന്നെ അത് കുതിർത്തി വെച്ചിട്ടുണ്ട്. പപ്പടം ഇതിൽ വെച്ചിട്ട് നമുക്ക് മിക്സിയിലിട്ടിട്ട് അരക്കാം. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഒന്നും കൂടെ അരയണം. ഇത് അരഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇത്ര കട്ടി വേണം, നല്ല ലൂസായി കഴിഞ്ഞാൽ ശരിയാവില്ല. പപ്പടം ചേർക്കണതൊന്നും പൊള്ള കിട്ടാനാണ്. ഇതിലേക്ക് വയ്ക്കുക. ഒരു ഗ്ലാസ് പച്ചരിയും അര ഗ്ലാസ് പൊങ്ങലരി കേട്ടോ. അത് ഇതിലേക്ക് ഉപ്പ് പാകത്തിനിടാം. എണ്ണ ചൂടായി കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് ഇത് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. എണ്ണ ചൂടാവട്ടെ. എന്തുണ്ട് എല്ലാവരും വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും വീഡിയോ കണ്ടിട്ട് ലൈക്കും സബ്സ്ക്രൈബും ഷെയറൊക്കെ ചെയ്യണം കേട്ടോ, മറക്കരുത് കേട്ടോ. എന്നാലേ നമുക്കത് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. നമുക്കിതിലേക്ക് ഒഴിച്ച് കൊടുക്കട്ടോ. നമ്മളെ മുട്ടപ്പത്തിരി പൊള്ള വന്നുണ്ട്. അങ്ങനെ പൊന്തി വരണം. ഇനിയും കൂടെ പൊരിക്കാനുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ നമ്മൾ പൊരിച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മളെ മുട്ടപ്പത്തിരി റെഡി ആയിട്ടാ മക്കളെ. മുട്ടപ്പത്തിരി നല്ല സോഫ്റ്റ് ഉണ്ട് കണ്ടാ. നമുക്ക് മുറിച്ച് നോക്കാം. അല്ലാ, ഇത് പൊന്നാനിക്കാരെ സ്പെഷ്യലാണ്. എല്ലാവരും ഉണ്ടാക്കി വെക്കണ്ട കേട്ടോ. എന്നാൽ ശരി, ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വരാം കേട്ടോ. അസ്സലാമു അലൈക്കും.